കോഴിക്കോട് താമസിക്കുന്ന പാക് പൗരത്വമുള്ള 3 പേർക്ക് രാജ്യം വിടാൻ നോട്ടീസ് നൽകിയിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. കൊയിലാണ്ടിയിലുള്ള ഹംസ, വടകരയിലുള്ള 2 പേർക്കുമാണ് നോട്ടീസ് ലഭിച്ചത്. ഇന്ത്യയിൽ തുടരാൻ ഇവർക്ക് നാളെ വരെ മാത്രമേ അനുമതിയുള്ളൂ. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങളുമായി ചേർന്നത്. ഷഹീദ്, നോട്ടീസ് നൽകുന്നതടക്കം എന്തൊക്കെ നടപടികളാണ്? എങ്ങനെയാണ് ഈ പാക് പൗരത്വമുള്ള ആളുകളെ രാജ്യം വിടാനുള്ള നടപടിക്രമങ്ങളെ നമ്മുടെ സംവിധാനങ്ങൾ നോക്കിക്കാണുന്നത്? ഇവർ വേഗത്തിൽ ഇവിടെ നിന്ന് വിടാനുള്ള തീരുമാനത്തിലാണോ? രതീഷ്, പഹൽഗാം ആക്രമണത്തിന് ശേഷം, ആ സംഭവത്തിന് ഭീകരാക്രമണത്തിന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമുണ്ടായിരുന്നു പാക് പൗരന്മാർ രാജ്യം വിടണമെന്ന തീരുമാനം. അതേ തുടർന്നാണ് ഇപ്പോൾ സംസ്ഥാനം ആ നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുകയും ചെയ്തു. അതേ തുടർന്നാണ് ഇപ്പോൾ സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നീക്കമുണ്ടായിരിക്കുന്നത്. കോഴിക്കോട് റൂറൽ, അതായത് വടകര കേന്ദ്രീകരിച്ച് 3 പേർക്ക് ആണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൊയിലാണ്ടി സ്വദേശിയായ ഹംസ, വടകര സ്വദേശികളായ മറ്റു 2 പേർ എന്നിവർക്കാണ്. ഈ കൊയിലാണ്ടി സ്വദേശിയായ ഹംസയുടെ വിവരം അദ്ദേഹം രാവിലെ നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുക സമയം മുമ്പ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹം 65-ലാണ് പാകിസ്ഥാനിലേക്ക്, വടകര കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയാണ്. അവിടെയാണ് ജനിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസം അവിടെയാണ് പൂർത്തിയാക്കിയത്. പക്ഷേ 65-ൽ അദ്ദേഹത്തിന്റെ സഹോദരൻ നിന്ന് കറാച്ചിയിൽ ഇവിടെയുള്ള ജോലി ഉണ്ടായിരുന്നു. അവിടെ ജോലിക്ക് വേണ്ടിയാണ് അവിടേക്ക് പോകുന്നത്. അതിനുശേഷം പിന്നീട് പലതവണയായി ഇന്ത്യയിലേക്ക് വന്നു. അതിനിടയിൽ പാകിസ്ഥാൻ പാസ്പോർട്ട് അദ്ദേഹം തരപ്പെടുത്തിയിരുന്നു, കൈവശപ്പെടുത്തിയിരുന്നു. പിന്നീട് പലതവണ ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് വന്നു, നാട്ടിലേക്ക് വന്നു. പക്ഷെ 2007-ൽ പിന്നീട് അവിടെയുള്ള ജോലി പൂർണ്ണമായി നിർത്തി കേരളത്തിൽ വന്നു താമസമാക്കി. പക്ഷെ അന്ന് മുതൽ തന്നെ പൗരത്വത്തിന് അപേക്ഷ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൗരത്വം, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പൗരത്വം ലഭിച്ചിട്ടില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ പോലീസ്, അതായത് ദീർഘകാലം പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖകളൊന്നുമില്ല എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൊയിലാണ്ടി സ്വദേശിയായ ഹംസ എന്നയാൾക്ക്, അദ്ദേഹത്തിന് 78 വയസ്സുണ്ട്, കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലെ SHO അദ്ദേഹത്തിന് രാജ്യം വിടാൻ വേണ്ടിയുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നു. നാളെ 27-നകം രാജ്യം വിടണമെന്നാണ് ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് അല്ലെങ്കിൽ നിയമ നടപടികൾ എടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്.